തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച് മുൻ തമിഴ്നാട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതെന്നാണ് വിവരം. പാർട്ടിയുമായുള്ള ബന്ധം സൗഹാർദ്ദപരമായി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തനിക്ക് മാന്യമായൊരു യാത്രയയപ്പ് നൽകണമെന്നുമാണ് അണ്ണാമലൈ അറിയിച്ചതെന്നാണ് സൂചനകൾ. അണ്ണാമലൈയുടെ രാജിക്ക് പിന്നാലെ തമിഴ്നാട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിരവധി അഭ്യൂഹങ്ങളും ചർച്ചകളും ശക്തമായിരിക്കുകയാണ്. സൂപ്പർ താരം രജനീകാന്ത് കൈകോർത്തുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ജനകീയ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകാനോ അദ്ദേഹം ആലോചിക്കുന്നുവെന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. ഈ സാഹചര്യത്തിൽ ഉയരുന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും 2 ദിവസത്തിനുള്ളിൽ വ്യക്തമായ മറുപടി നൽകുമെന്ന് അണ്ണാമലൈ അടുത്തിടെ പറഞ്ഞിരുന്നതും ശ്രദ്ധേയമാണ്. ബി.ജെ.പി. വിട്ടുപോകാനുള്ള അണ്ണാമലൈയുടെ തീരുമാനത്തിന് പിന്നിൽ നിരവധി രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് നേരിട്ട കനത്ത തിരിച്ചടിയാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. മുൻ തെരഞ്ഞെടുപ്പിൽ 11.64% പാർട്ടിയുടെ വോട്ട് ശതമാനം വെറും 2.64% ഇടിഞ്ഞത് നേതൃത്വത്തെയും പ്രവർത്തകരെയും ഒരേപോലെ നിരാശരാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പാർട്ടിക്കുള്ളിൽ താൻ നേരിട്ട അവഗണന, കേന്ദ്ര നേതൃത്വം നൽകിയ പല രാഷ്ട്രീയ ഉറപ്പുകളും നടപ്പാക്കാതിരുന്നത്, സംഘടനാ തലത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ എന്നിവയും അദ്ദേഹത്തിന്റെ അസംതൃപ്തി വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മക്കൾ ശക്തി എന്ന പേരിലായിരിക്കും അണ്ണാമലൈയുടെ പുതിയ രാഷ്ട്രീയ സംരംഭം അറിയപ്പെടുകയെന്ന അഭ്യൂഹങ്ങളും ഇതിനിടെ ശക്തമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പുതിയ പാർട്ടിയാണോ അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനമാണോ രൂപം കൊള്ളുക എന്ന കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാ DMK-യുമായുള്ള ബി.ജെ.പി. സഖ്യം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അണ്ണാമലൈയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതു മുതൽ അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് അതൃപ്തനായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ആ സംഭവത്തിന് ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുൻകാലത്തെ പോലെ സജീവമല്ലായിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി.വി.കെ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് വോട്ടെണ്ണലിന് മുൻപ് തന്നെ അണ്ണാമലൈ പ്രവചിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഒരു വലിയ അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുമെന്നും അദ്ദേഹം തന്റെ അടുത്ത അനുയായികളോട് സൂചിപ്പിച്ചിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ മുൻ പരിഗണനകളുടെ ഭാഗമായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മുൻ IPS ഉദ്യോഗസ്ഥനായ കെ അണ്ണാമലൈ 2020-ലാണ് ബി.ജെ.പിയിൽ ചേർന്നത്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പാർട്ടിയിലെ ശ്രദ്ധേയനായ നേതാവായി ഉയർന്ന അദ്ദേഹം 2021 മുതൽ 2025 വരെ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷനായി പ്രവർത്തിച്ചു. ശക്തമായ പ്രസംഗ ശൈലിയും ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ഇടപെടലും കൊണ്ട് സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറിയിരുന്നു. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ സംഘടനാ അടിത്തറ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായും അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു. സമീപകാലത്ത് കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തെ പരസ്യമായി വിമർശിച്ചതും അണ്ണാമലയും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ആശയപരമായ അകലം വർദ്ധിച്ചുവെന്ന വിലയിരുത്തലുകൾക്ക് വഴിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ രാജി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത്. എന്നാൽ ചിലർ തമിഴക വെറ്റുകഴകത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശന സാധ്യതയും ചർച്ച ചെയ്യുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അണ്ണാമലൈ നേരിട്ട് വിജയ് നയിക്കുന്ന തമിഴക വെറ്റുകഴകത്തിൽ ചേരാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. മുൻപ് ബി.ജെ.പിയും തമിഴക വെറ്റുകഴകവും ആശയപരമായി വ്യത്യസ്തമാണെന്നും ഇരു പാർട്ടികളും ഒരുമിച്ച് പോകാനുള്ള സാഹചര്യമില്ലെന്നും അണ്ണാമലൈ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അണ്ണാമലൈ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ ബദൽ സൃഷ്ടിക്കണമെന്ന ആശയമാണ് അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിലും കൂടുതൽ ചർച്ചയാകുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ലെന്നത് സത്യമാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴക വെറ്റുകഴകത്തിൽ ചേരുന്നതിനേക്കാൾ സ്വതന്ത്രമായ രാഷ്ട്രീയ പാത തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അണ്ണാമലൈയുടെ അടുത്ത പ്രഖ്യാപനമാണ് ഈ ചർച്ചകൾക്ക് വ്യക്തത നൽകുക. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ പതിവായതിനാൽ അന്തിമ തീരുമാനം വരുന്നതുവരെ എല്ലാ സാധ്യതകളുമുണ്ടെന്ന് പറയാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.